ഹായ് ഡിയേഴ്സ്, സ്റ്റിച്ച് ആൻഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പഞ്ച് നീഡിൽ കൊണ്ടൊരു എംബ്രോയ്ഡറി ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന 10 രൂപയുടെ പഞ്ച് നീഡിൽ കൊണ്ട് കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഞാനൊരു ഓൺലൈനിൽ നിന്ന് ഒരു നീഡിൽ വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ടുള്ള ഈ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഗിവ് അവേയുടെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നാണ് നമ്മൾ വിജയി പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയുടെ അവസാനം ഞാനത് പറയുന്നുണ്ട്. ഇത്രയും വീഡിയോസാണ് നമ്മൾ പഞ്ച് നീഡിൽ കൊണ്ട് ചെയ്തത്. ഇന്ന് നമ്മളൊരു അടിപൊളി സാറ്റിൻ എംബ്രോയ്ഡറി ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആദ്യം ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. നെക്ക് ഏകദേശം ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ചെറിയ സൈസ് നീഡിൽ കൊണ്ടാണ്. ഇതിൻ്റെ കൂടെ 3 സൈസ് നീഡിൽ കിട്ടുന്നുണ്ട്. അതിൽ ഏറ്റവും ചെറിയ സൈസ് നീഡിൽ അതുപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുപോലെ ആങ്കർ ത്രെഡിന് പകരം ഇന്ന് പേൾ കോട്ടൺ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വെറുതെ വട്ടങ്ങൾ വരച്ചെടുത്തിട്ട് മാത്രം ചെയ്തപ്പോൾ പൂക്കൾ പലതും പല ഷേപ്പായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ പെറ്റൽസും ഇതുപോലെ വരച്ചു കൊടുത്തിട്ടാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ കുത്തിയിട്ട് ഇപ്പോൾ സെൻറ്ററിലാണ് നമ്മൾ ആദ്യം സെൻറ്റർ മുതലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കുത്തിയിട്ട് ഇതാ ഇതുപോലെ, പറയുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു പെറ്റൽ തീരുമ്പോൾ നമുക്കതിനെ ചെറുതാക്കുന്നത് ഇങ്ങനെയാണ്. ഇനി അടുത്ത പെറ്റലിലോട്ട് പോകുമ്പോൾ വീണ്ടും ചെറിയ ഒരു സ്റ്റിച്ചിട്ട് പിന്നെ കുറച്ച് വലുതിട്ട് പിന്നെ കുറച്ച് വലുതിട്ട് അങ്ങനെ പോവുക. പിന്നെ ആ ഫ്ലവറിന് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ സെൻറ്ററൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒരു ചെറിയ സ്റ്റിച്ച് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇവിടെ എൻ്റെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. കറക്റ്റ് റൗണ്ട് കിട്ടാൻ അങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കണം. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തപ്പോൾ അങ്ങനെയാണ് ചെയ്തത്. ഇനി നമുക്ക് എങ്ങനെ നൂല് നിർത്തുന്നതെന്ന് നോക്കാം. എന്താ ഇങ്ങനെ വെച്ചിട്ട് ഈ നൂലൊന്നും ഇങ്ങനെ വലിച്ചു കൊടുക്കുക, എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് സൂചി ഊരി എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം കണ്ടില്ലേ, ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ളത് ഇതിൻ്റെ അടിവശമാണ് കേട്ടോ. നമുക്കിത് 2 സൈഡ് യൂസ് ചെയ്യാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ ഞാൻ ഇതുപോലെ ബീഡ്സ് വെച്ച് കൊടുത്തു. ഇതിന് മാച്ച് ചെയ്യുന്ന കളറ് ബീഡ്സ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതിൽ സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാൾ പ്രധാനമായ കാര്യമാണ് ഈ ഗ്ലൂ തേച്ച് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ കയ്യിൽ ഇതുപോലെ കുറച്ച് ഗ്ലൂ എടുത്തിട്ട് സെൻറ്ററിൽ ഇങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഈ പെറ്റലിൽ ഇതുപോലെ തേച്ച് കൊടുത്തു. അപ്പോൾ ഫ്ലവറിൻ്റെ അകത്ത്, അതായത് എംബ്രോയ്ഡറി ചെയ്ത അകത്ത് ഭാഗത്താണ് ഇങ്ങനെ തേക്കുന്നത്. കാരണം പുറത്തായാൽ തുണിയുടെ പുറത്ത് ഉണങ്ങി പിടിക്കുമ്പോൾ ഒരു ഷെയ്ഡ് വരും. അതുകൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക. നമ്മൾ ഈ തേക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന് പിടിക്കുമ്പോഴോ വലിക്കുമ്പോഴോ ഈ സ്റ്റിച്ച് ഇളകി വരരുത്, അതിന് വേണ്ടിയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഈ ഓരോ ലൂപ്പിലും തേച്ച് കൊടുത്താലും മതി. അത് തമ്മിൽ ഒട്ടിയിരിക്കും, അപ്പോൾ പിടിക്കുമ്പോൾ ഊരി വരത്തില്ല. എങ്ങനെ തേക്കുമ്പോഴും തുണിയുടെ പുറത്ത് പറ്റാതെ നോക്കുക. ഒരു ന്യൂസ് പേപ്പർ അടിയിലിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഉണങ്ങാൻ കുറച്ച് സമയം കൊടുക്കണം. അല്ലെങ്കിൽ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. പേപ്പർ മുകളിലിട്ടിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ വിജയുടെ കാര്യം പറഞ്ഞു. ഹനാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത് ജെൻസില നൗഫൽ അല്ലേ.
അപ്പോൾ ഇന്ന് ഹന നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് സമ്മാനമുണ്ട്. അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. ഞാൻ നീഡിൽ അയച്ചു തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ.